എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഓണം. എന്തായാലും GCD ഫാമിലിയിലെ എല്ലാ അംഗങ്ങൾക്കും അതുപോലെ GCD ഫാമിലി മെമ്പേഴ്സ് ആകാൻ പോകുന്നവർക്കും എൻ്റെ ഓണാശംസകൾ നേരുകയാണ്. നമ്മൾ ഇനിയുള്ള കാലഘട്ടങ്ങളെല്ലാം തന്നെ സജീവ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതെല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും നമ്മുടെ ഈ പ്രസ്ഥാനം കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കും. അപ്പം ഒരു 4 ദിവസം നമ്മുടെ ഓഫീസ് അവധിയായിരിക്കും. 14, 15, 16, 17, 18 തീയതി ആയിരിക്കും പിന്നെ ഓപ്പൺ ചെയ്യുന്നത്. 19 തീയതി കോയമ്പത്തൂർ പോവുകയാണ്. അത് എല്ലാ ബിസിനസ് മീറ്റിന്റെ ഭാഗമായിട്ട് പോവുക. നമ്മുടെ ഓരോ ദിവസത്തെ പ്രവർത്തനം വളരെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെല്ലാം ശക്തി പകരുന്നത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ GCD ന്യൂസ് ചാനൽ. ആ GCD ന്യൂസ് ചാനൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാദേശികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് വാർത്ത കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ജനീയ വാർത്ത മാധ്യമമായിട്ട് നമുക്കതിനെ കാണുകയും ചെയ്യാം. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു മേഖല കൂടിയാണെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. GCD ന്യൂസിന്റെ എല്ലാ കാര്യങ്ങളും GCDയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും സമൂഹത്തിലെ ചില കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങി വെച്ചത്. ഇന്ന് നമ്മുടെ GCD ന്യൂസ് ചാനൽ എന്ന് പറയുന്നത് ഒരു പോർട്ടൽ ചാനലാണെങ്കിൽ 4ാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ചാനലിലേക്ക് പോകണം. അപ്പൊ സാറ്റലൈറ്റ് ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ അവിടെ എത്താൻ പറ്റും. ആ ഒരു കണക്കൂട്ടിൽ വേണം നമ്മളെല്ലാവരും പോകാൻ. അപ്പൊ ഇത്തരത്തില് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജനങ്ങളുടെ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാനും അത് ജനകീയ ശബ്ദമായിട്ട് മാറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ GCD ന്യൂസ് ചാനലിലും നിങ്ങൾ സജീവ പങ്കാളിത്തം ഉണ്ടാവണം. അതെല്ലാം കാണുകയും കേൾക്കുകയും വേണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വാർഷികത്തിന് ചെയ്യേണ്ട ചില കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് അടുത്ത മാസം മീറ്റിംഗ് വെക്കുന്നത്. അതിനകത്ത് നിങ്ങൾ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. നമ്മുടെ പ്രസ്ഥാനമാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നേരിട്ട് വിളിച്ചില്ലെങ്കിലും നിങ്ങളുടെ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ നിങ്ങൾ വരികയെന്നാണ്. കാരണം നിരവധി ആൾക്കാരുടെ ഫോണിൽ ചിലപ്പോൾ വിളിക്കാൻ പറ്റിയെന്നിരിക്കുകയില്ല, ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ മറന്നുപോയി. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട്, അതായത് എന്റെ ഒരു കോള് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത്. നമ്മുടെ പ്രസ്ഥാനത്തില് ഒരു ഡേറ്റോ ഒരു കാര്യമോ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് അയ്യോ ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പ്രസ്ഥാനത്തില് ആരും പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമില്ല. പങ്കെടുക്കുക, വിജയിപ്പിക്കുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇത് തുടക്കം. ഈ തുടക്കത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ മേഖലയിലേക്കും നമ്മൾ കടന്ന് ചെല്ലേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേരുകയാണ്. താങ്ക് യു.